നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ വ്യക്തി ആരാ? എന്നോട് വഴക്കുണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറഞ്ഞാൽ പത്മശ്രീ ഭരത് മോഹൻലാൽ തന്നെയാണ്. അതായത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം പറയാം. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, ഹരിപ്പാട് നമ്മുടെ ലാൽ ഉദ്ഘാടനത്തിന് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, നീ എന്തുകൊണ്ടാണ് പോകാൻ? നിനക്ക് ക്യാമറ ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞോടാ, എനിക്ക് പോകണം എന്നില്ലായിരുന്നു. കാരണം അത്ര രാവിലെ ഒന്നും എഴുന്നേക്കുന്ന സ്വഭാവം അന്നും ഇല്ല ഇന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്ര രാവിലെ എഴുന്നേറ്റ് പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷേ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എനിക്ക് അവസരം തരുമെന്ന്. അപ്പോൾ ഞാൻ നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ തള്ളാണെന്നും ഇല്ലാത്തതാണെന്നും ഒക്കെ പറയുമെങ്കിലും ആ പറഞ്ഞുകൊണ്ടിരുന്ന മാത്രയിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്കൊരു കോൾ വരികയാണ്. ഞാൻ 2 സീൻ മാത്രം ചെയ്തിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടർ എന്നെ വിളിക്കുകയാണ്. ലാലേട്ടനാണ് ഈ ഒരു പടത്തിൻ്റെ പോസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ വിസ്മയ മാക്സ് സ്റ്റുഡിയോയിൽ, അപ്പോൾ അവിടെ ചെല്ലണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ ക്യാമറ നിങ്ങൾക്ക് അറിയാമല്ലോ. അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ കാനോണിൻ്റെ ബേസ് മോഡലായിട്ടുള്ള 1200 എന്ന് പറഞ്ഞ ക്യാമറയാണ്. കൂട്ടത്തിൽ ഒരു ടെലി ലെൻസും ഉണ്ട്. അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് ഉറപ്പായിട്ടും ഇങ്ങനൊരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒരുപാട് ക്യാമറാമാന്മാർ കാണും, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുന്ന് പോയി. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്ത ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് കൊണ്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് എറണാകുളത്തെ സ്റ്റുഡിയോയിലേക്ക് പോയി. അങ്ങനെ അവിടെ രാവിലെ ചെന്ന് വളരെ തയ്യാറായിട്ട് സ്റ്റുഡിയോയിൽ നിന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പടത്തിൻ്റെ ഡയറക്ടർ ബാക്കിയുള്ള എല്ലാവരും ആ ഒരു ലോബിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെളുത്ത ലാൻഡ് ക്രൂയിസർ 2255 കാർ അവിടേക്ക് ഒഴുകിയെത്തി. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ലാലേട്ടൻ ഇറങ്ങിയാണ്. ലാലേട്ടൻ ഇറങ്ങി നേരെ നോക്കുമ്പോഴത്തേക്കും ഞാൻ റിസപ്ഷനിൽ നിന്ന് ക്യാമറയും പിടിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോഴേക്കും അദ്ദേഹം ആദ്യം ക്യാമറയിൽ നോക്കിയിട്ട് നല്ല രീതിക്ക് ദേഷ്യപ്പെട്ടു. എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഒരു ദേഷ്യപ്പെടൽ കഴിഞ്ഞു. അദ്ദേഹം അടുത്തേക്ക് വന്നിട്ട് ലിഫ്റ്റ് തുറന്ന് കിടക്കുകയാണ്. അദ്ദേഹം മുകളിലേക്ക് പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അവിടെ ഒരുപാട് പേര് ക്രൗഡ് വരുന്നു. എന്തിനാണ് വീഡിയോ എടുത്തതെന്നുള്ള രീതിയിലേക്ക് ചോദിക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ വസ്തുത അറിയുന്നത്. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിനെയോ അദ്ദേഹം ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വിത്തൗട്ട് പെർമിഷൻ അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനത്തിലേക്ക് വരുമ്പോഴേക്കും ആരും അറിയാതെ ഒരാളകത്തേക്ക് കടന്നു കയറി വീഡിയോ എടുക്കുന്ന രീതിയിലായിരിക്കും അദ്ദേഹം എന്നെ കണ്ടത്. എന്താണെങ്കിലും എനിക്ക് അന്നേരം ഉണ്ടായ ഒരു ഫീലിംഗ് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആഗ്രഹിച്ച് ഇവിടേക്ക് വന്നു, നമ്മുടെ മുമ്പിൽ കൂടി ആൾ നടന്നിങ്ങനെ പോകുന്നു, പക്ഷേ നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള പെർമിഷനോ അല്ലെങ്കിൽ ഒന്നുമേ കിട്ടിയിട്ടില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ ഒരു സംഭവത്തെപ്പറ്റി അദ്ദേഹത്തിന് ഒരു ധാരണയില്ല, അവിടെ നിൽക്കുന്നവർക്കും ഒരു ധാരണയില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിനോ ആർക്കും ഒരു ധാരണയില്ല. ഇവർ വേറെ ഏതോ രീതിക്ക് ആ ഒരു പടത്തിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്നുള്ള സത്യം. ഇനി അതൊരു രസകരമായ സംഭവമായിരുന്നെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. വൈകിട്ട് ലാലേട്ടനെ ഇറങ്ങി വരുമ്പോഴേക്കും ഒന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ. ഉച്ചയായപ്പോഴത്തേക്കും അദ്ദേഹം മേളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അതായത് ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇട്ടിമാണി എന്ന് പറയുന്ന ആ ഒരു പടം റിലീസാവാനുള്ള ആ ഒരു ഓണക്കാലമാണ്. അപ്പോൾ ആ ഒരു പടം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മേളിൽ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ പറ്റി. ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നുള്ള രീതിയിലേക്കായിരുന്നു. വളരെ പേടിച്ചൊക്കെ വളരെ വിഷമിച്ചൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഇത് വേറൊരു കോസ്റ്റ്യൂമാണ്, അപ്പോൾ ഇതിൽ എടുക്കുന്നതിന് പരിമിതി ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കത് മനസ്സിലായതുകൊണ്ട് നമ്മൾ അവിടെ നിന്നു. തിരിച്ച് അദ്ദേഹം നടന്നു പോകുന്ന വഴിക്ക് ഒന്നുകൂടി വൈകിട്ട് കണ്ടതിന് ശേഷമാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നത്. ശരിക്കും ആ ഒരു ഡേ ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു. അത് പറയുന്നതിൽ അപ്പുറം സങ്കടമായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ തമാശ രൂപേണ ആൾക്കാരോട് പറയേണ്ട, നിങ്ങളോട് വഴക്കിടുന്ന ആരൊക്കെയാണ്? അവർ, ഇവർ, അയ്യോ അങ്ങനെ. പക്ഷേ എന്നോട് വഴക്കിട്ടിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനാണെന്നുള്ളത്. ശരിക്കും ഈ ഒരു കഥ ഇവിടെ പറയാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് മനോജ് കെ ജയൻ എന്ന് പറയുന്ന ആക്ടറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നൊന്ന് പറയുന്നത് കേട്ടു. അതായത് നമ്മുടെ മമ്മൂക്ക കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. മമ്മൂക്കയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും ചിലപ്പോൾ മമ്മൂക്ക സമ്മതിച്ചു കൊടുത്തെന്ന് വരില്ല. അത് നമ്മൾ മിണ്ടാതെ കേൾക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിലൊക്കെ തമാശ രൂപേണ അവർ പറയുകയുണ്ടായി. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് ഓട്ടോക്കാരിങ്ങനെ പോവുകയാണ്. അപ്പോൾ പുള്ളിയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഓവർടേക്ക് ചെയ്തതിന് ശേഷം മമ്മൂക്ക അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓട്ടോക്കാരൻ തിരിച്ചു പറയാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കാണുന്നത് തന്നെ വഴക്ക് പറയുന്നത് മമ്മൂക്കയാണ് എന്നുള്ളൊരു സത്യമാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം നല്ലവണ്ണം ഒന്ന് ചിരിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര ആ ഒരു വഴക്ക് കേട്ടാലും നല്ലവണ്ണം ഒന്ന് ചിരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിൽ നിന്നും ഒരു ശരി കണ്ടെത്തുക, ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഒരു സംഭവം കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു സംഭവം ഏതൊരു സംഭവവും നമ്മളൊരു വിഷമം ഉണ്ടാക്കിയേക്കാം. പക്ഷേ ആ ഒരു കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുക, അത് ഇങ്ങനെയും ഉപയോഗിക്കാമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള, അതായത് ഏതൊരു കാര്യത്തിൽ നിന്നും പോസിറ്റിവിറ്റി മാത്രം കണ്ടെത്തുന്ന അല്ലെങ്കിൽ സാരമില്ലടാന്ന് പറയുന്ന ചില കൂട്ടുകാർ നിങ്ങൾക്ക് കാണത്തില്ലേ, അപ്പോൾ അവർക്കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റീൽ. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.